എന്റെ റോസിനെ വീഡിയോ ഓൺ ചെയ്തപ്പോ റോയിന്റെ ചെട്ടി. അതല്ല ഇവിടെ കൂട്ടിട്ടേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഗ്രഫി ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ജിയോമോർഫോളജി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തിയറീസ് ഇൻ ജോഗ്രഫി ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ തിയറീസ് ഇൻ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിയോമോർഫോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജിയോമോർഫോളജിയിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റോക്സ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് റോക്ക് ഉണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ജിയോമോർഫോളജി തുടങ്ങുന്നത് റോക്സും സോയിലും കൊണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റോക്സ്. അപ്പൊ എന്താണ് റോക്ക് എന്ന് പറഞ്ഞാൽ? റോക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അഗ്രഗേറ്റ് ഓഫ് മിനറൽസ്. അഗ്രഗേറ്റ് ഓഫ് മിനറൽസിനെയാണ് റോക്സ് എന്ന് പറയുന്നത്. അഗ്രഗേറ്റ് ഓഫ് മിനറൽസ്, അതിനെയാണ് റോക്ക് എന്ന് പറയുക. ഇനി നമ്മൾ റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡി അറിയപ്പെടുന്ന പേരാണ് പെട്രോളജി. പെട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് റോക്സ്. അപ്പൊ പെട്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റോക്ക് എന്ന് ആണ്. അപ്പൊ പെട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്റ്റഡി ഓഫ് റോക്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പെട്രോളിയം. അപ്പൊ പെട്രോളിയം എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താ? പെട്രോ എന്ന് പറഞ്ഞാൽ റോക്ക്, ഓളിയം എന്ന് പറഞ്ഞാൽ ഓയിൽ. അപ്പൊ അതിന്റെ അർത്ഥം റോക്ക് ഓയിൽ എന്നാണ്. പെട്രോളിയം എന്ന വേർഡിന്റെ അർത്ഥം റോക്ക് ഓയിൽ. ഇനി നിങ്ങൾ വേറൊരു സാധനം കേട്ടിട്ടുണ്ട്, പെട്രോഗ്ലിഫിക്സ്. പെട്രോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഗ്ലിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ്. അപ്പോൾ ശിലാലിഖിതങ്ങൾ, അതാണ് പെട്രോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പെട്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റോക്ക് ആണ് എന്ന് ഓർത്തിരിക്കുക. പെട്രോളജി, സ്റ്റഡി ഓഫ് റോക്സ്. ഇനി നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് റോക്സിനെ മൂന്നായിട്ട് തിരിക്കാം. ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. നമുക്കിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക് റോക്സ്. ഇപ്പൊ റോക്സിന് മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഇനി ഇഗ്നിയസ് റോക്സ്, ഇതിൽ ഓരോ റോക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് റോക്ക് ഇഗ്നിയസ് റോക്ക് ആണ്. എന്തൊക്കെയാണ് ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ഇഗ്നിയസ് റോക്സ് ആണ് ഭൂമി ഫോം ചെയ്തപ്പോൾ ആദ്യമായി ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന റോക്ക്. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്നത് പ്രൈമറി റോക്ക് എന്നാണ്. പ്രൈമറി റോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഈ ആദ്യമേ ഫോം ചെയ്ത റോക്ക് എന്ന അർത്ഥത്തിലാണ്. ഭൂമി ഉണ്ടായപ്പോഴേ ഫോം ചെയ്ത റോക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഇവരെ പ്രൈമറി റോക്ക് എന്നാണ് വിളിക്കുക. ഇനി ഇഗ്നിയസ് റോക്സ് ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ലാവ തണുത്തുറഞ്ഞിട്ടാണ് ഈ റോക്ക് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി സോളിഡിഫിക്കേഷൻ ഓഫ് ലാവ ഓർ മാഗ്മ. ലാവ അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാവുന്നത്. ഇനി നമുക്കറിയാം മാഗ്മ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ മാഗ്മ നല്ല ടെമ്പറേച്ചർ ഉള്ള മാഗ്മയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഫയർ എന്ന അർത്ഥത്തിലാണ് ഇഗ്നിയസ് എന്ന പേര് ഈ റോക്കിന് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നല്ല ചൂടുള്ള ലാവ അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞാണ് ഈ റോക്ക് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫയർ എന്ന അർത്ഥത്തിൽ ഇഗ്നിയസ് റോക്ക് എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. ഇഗ്നിയസ് റോക്സിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേര് പ്രൈമറി റോക്ക് ആണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രൈമറി എന്ന് വിളിക്കുന്നത്? കാരണം നമ്മൾ പറഞ്ഞു ഭൂമി ഉണ്ടായപ്പോൾ ആദ്യം ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന റോക്ക് കൂടെയാണ് ഇഗ്നിയസ് റോക്സ്. ഇനി ഇഗ്നിയസ് റോക്സിന്റെ പ്രത്യേകത ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള റോക്കാണ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ കട്ടി കൂടിയ റോക്സ്, കുറച്ച് പൊടിക്കാൻ പാടുള്ള ടൈപ്പ് റോക്കിനൊക്കെയാണ് നമ്മൾ പൊതുവെ ക്രിസ്റ്റലൈൻ എന്ന് പറയുക. ഇഗ്നിയസ് റോക്സ്
ക്രിസ്റ്റലൈൻ റോക്സ്. ഇനി ഇഗ്നിയസ് റോക്സിൽ ലെയേഴ്സ് ഒന്നും ഇല്ല, നോ ലെയേഴ്സ് ഒന്നും അതിൽ ഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിൽ ഫോസിൽ ഇല്ല. എന്തുകൊണ്ടാണ് ഇഗ്നിയസ് റോക്സിൽ ഫോസിൽ ഇല്ലാത്തത്? ഇഗ്നിയസ് റോക്സിൽ ഫോസിൽ ഇല്ലാത്തതിന് കാരണം എന്ന് പറയുന്നത് മാഗ്മ തണുത്തുറഞ്ഞാണല്ലോ ഈ റോക്ക് ഫോം ചെയ്യുന്നത്. മാഗ്മ എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ ഉള്ള സാധനമാണ്. ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള മാഗ്മ പുറത്തു വരുമ്പോൾ ആ മാഗ്മയുടെ ഉള്ളിൽ പെട്ടുപോകുന്ന ഫോസിൽ കരിഞ്ഞു പോകും, അത് സർവൈവ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതില് ഫോസിൽ ആബ്സെന്റ് ആണെന്ന്. കാരണം ഇതിൽ മാഗ്മ പുറത്ത് വരുമ്പോൾ ആ മാഗ്മ ഫോസിലിന്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ ഫോസിൽ നശിച്ചു പോകും. ഇനി ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, ഗ്യാബ്രോ, ബസാൾട്ട്. ഈ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോ. PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് റോക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. PSCയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റോക്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും PSC ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി എക്സാംസിനൊക്കെ. അപ്പൊ KS-നും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ എക്സാമ്പിളാണ് അവർ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇഗ്നിയസ് റോക്സിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു റോക്കിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ റോക്ക് എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്. 2, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ലെയേഴ്സ് ആയിട്ടാണോ കാണുന്നത്. 3, അതിൻ്റെ ഉള്ളിൽ ഫോസിൽ ഉണ്ടോ. ഈ 3 കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റോക്കിനെ കുറിച്ച് ഈസിലി പഠിക്കാനായിട്ട് സാധിക്കും. ഇഗ്നിയസ് റോക്സ് പ്രൈമറി റോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നല്ല ചൂടുള്ള ലാവ വരുന്നതുകൊണ്ട് തന്നെ ഫയർ എന്ന അർത്ഥത്തിലാണ് അതിന് ഇഗ്നിയസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഫോം ചെയ്യുന്നത് സോളിഡിഫിക്കേഷൻ ഓഫ് ലാവ അല്ലെങ്കിൽ മാഗ്മ കൊണ്ടാണ്. നോർമലി ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്, ലെയേഴ്സ് ആയിട്ടല്ല കാണുന്നത്. ഫോസിൽസ് പ്രസന്റ് അല്ല. ഗ്രാനൈറ്റ്, ഗ്യാബ്രോ, ബസാൾട്ട് ആണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇഗ്നിയസ് റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഇഗ്നിയസ് റോക്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഡെപ്ത് ഓഫ് ഫോർമേഷൻ. എത്ര ആഴത്തിൽ ഫോം ചെയ്യുന്നു, അതുപോലെ എത്ര സാവധാനത്തിൽ തണുത്തുറയുന്നു എന്നതിന്റെ ബേസിസിൽ ഇഗ്നിയസ് റോക്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതായത് എത്ര ഡെപ്തിൽ ഫോം ചെയ്യുന്നു, എത്ര ആഴത്തിലാണ് ഒരു റോക്ക് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര ആഴത്തിൽ ഫോം ചെയ്യുന്നു, എത്രത്തോളം സാവധാനമാണ് ഈ ലാവ തണുത്തുറയുന്നത് എന്നതിന്റെ ബേസിസിൽ ഇഗ്നിയസ് റോക്സിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്ലൂട്ടോണിക് റോക്ക്, വോൾക്കാനിക് റോക്ക്, ഇന്റർമീഡിയറ്റ് റോക്ക്. അതാണ് ആ 3 ക്ലാസിഫിക്കേഷൻ. പ്ലൂട്ടോണിക് റോക്ക്, വോൾക്കാനിക് റോക്ക്, ഇന്റർമീഡിയറ്റ് റോക്ക്. പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴത്തില് ഫോം ചെയ്യുന്ന റോക്കുകളാണ് പ്ലൂട്ടോണിക് റോക്ക്. അതായത് അറ്റ് ഗ്രേറ്റർ ഡെപ്ത്, നല്ല ആഴത്തില് ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാവുന്ന റോക്സ് ആണ് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. അറ്റ് ഗ്രേറ്റർ ഡെപ്ത് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാവുന്ന റോക്സ് ആണ് പ്ലൂട്ടോണിക് റോക്സ്. വോൾക്കാനിക് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ സർഫസിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാവുന്ന റോക്കാണ് വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂട്ടോണിക് റോക്കിനും വോൾക്കാനിക് റോക്കിനും ഇടയിലായിട്ടാണ് ഇന്റർമീഡിയറ്റ് റോക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഴത്തിൽ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ്. വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞാൽ സർഫസിൽ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂട്ടോണിക്കിനും വോൾക്കാനിക്കിനും ഇടയിൽ ഫോം ചെയ്യുന്നതാണ് ഇന്റർമീഡിയറ്റ് റോക്ക്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ആഴത്തിൽ തണുത്തുറയുന്ന, അതുകൊണ്ട് തന്നെ ഈ റോക്കിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അപ്പോ പ്ലൂട്ടോണിക് റോക്കിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ആഴത്തിലാണ് ഫോം ചെയ്യുന്നത്, ഫോംസ് അറ്റ് ഗ്രേറ്റർ ഡെപ്ത്. ഇനി വളരെ ആഴത്തിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ലാവ വളരെ സാവധാനത്തിലാണ് തണുത്തുറയുക. ലാവ കൂൾസ് സ്ലോലി, വളരെ സാവധാനത്തിലാണ് ലാവ തണുത്തുറയുന്നത്. അങ്ങനെ സാവധാനത്തിൽ ലാവ തണുത്തുറയുന്നത് കൊണ്ട് തന്നെ റോക്സിലെ ഗ്രെയിൻസിന്റെ സൈസ് വളരെ വലുതായിരിക്കും. മിനറൽ ഗ്രെയിൻസ് ഹാവ് ലാർജ് സൈസ്. അത് നമ്മൾ എന്താണ് ഗ്രെയിൻ ഇപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും. നമ്മളൊരു റോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ റോക്ക് പൊടികളായി മാറും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില റോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഉരുളൻ കല്ലുകളായിട്ട് മാറും. അതിനെയാണ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇഗ്നിയസ് റോക്ക് ഒരുപാട് ആഴത്തിലാണ് തണുത്തുറയുന്നതെങ്കിൽ അതിനെയാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് വിളിക്കുക. പ്ലൂട്ടോണിക് റോക്കിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ആഴത്തിലാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാവ വളരെ സാവധാനത്തിലാണ് തണുത്തുറയുന്നത്. ലാവ വളരെ സാവധാനത്തിൽ തണുത്തുറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ വലിയ സൈസ് മിനറൽ ഗ്രെയിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഇനി രണ്ടാമത്തെ റോക്കാണ് നമ്മൾ പറഞ്ഞ പോലെ വോൾക്കാനിക് റോക്ക്. വോൾക്കാനിക് റോക്ക് നമ്മൾ പറഞ്ഞു എർത്തിന്റെ സർഫസിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ്. സർഫസിൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ റോക്കിന് നമ്മൾ എക്സ്ട്രൂസീവ് റോക്സ് എന്നാണ് പറയുക. എർത്തിന്റെ സർഫസിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രൂസീവ് റോക്സ് എന്നാണ് പറയുക. ഇനി ഇവിടെ ലാവ വളരെ സ്ലോലി ആയിരിക്കില്ല, ഫാസ്റ്റ്ലി ആയിരിക്കും തണുത്തുറയുക. ഇവിടെ സ്ലോലി തെറ്റാണ്. ലാവ പെട്ടെന്നായിരിക്കും തണുത്തുറയുക. കൂളിംഗ് ഓഫ് ലാവ ഹാപ്പൻസ് റാപ്പിഡ്ലി. പെട്ടെന്ന് തണുത്തുറയും. പെട്ടെന്ന് തണുത്തുറയുന്നതുകൊണ്ട് തന്നെ റോക്കിന്റെ സൈസ് സ്മോളർ സൈസ് ആയിരിക്കും. റോക്സിനുള്ളിലെ മിനറൽസിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. അപ്പോൾ വോൾക്കാനിക് റോക്സ് എർത്തിന്റെ സർഫസിൽ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എക്സ്ട്രൂസീവ് റോക്ക് എന്നാണ് പറയുന്നത് സർഫസിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ സർഫസിൽ തണുത്തുറയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്തുറയും. പെട്ടെന്ന് തണുത്തുറയുകയാണെങ്കിൽ ഗ്രെയിൻസിന്റെ സൈസ് ചെറുതായിരിക്കും. കാരണം ലാവ ഓരോ പോക്കറ്റിലായിട്ടായിരിക്കും തണുത്തുറയുക. അപ്പോൾ അതിന്റെ സൈസ് കുറവായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇന്റർമീഡിയറ്റ് റോക്ക്. ഇന്റർമീഡിയറ്റ് റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് പ്ലൂട്ടോണിക് റോക്കിന്റെയും വോൾക്കാനിക് റോക്കിന്റെയും ഇടയിലാണ് ഫോം ചെയ്യുന്നത്. അതായത് ഇന്റർമീഡിയറ്റ് ഡെപ്തിലാണ് ഫോം ചെയ്യുന്നത്. ഇനി ഈ റോക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈക്ക് റോക്ക്. ഡൈക്ക് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോമിൽ നമ്മൾ പഠിച്ച പേരാണ് ഡൈക്ക് റോക്ക്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പ്ലൂട്ടോണിക് റോക്കിനും വോൾക്കാനിക് റോക്കിനും ഇടയിൽ ഫോം ചെയ്യുന്ന റോക്കുകളാണ് ഡൈക്ക് റോക്സ് അഥവാ ഇന്റർമീഡിയറ്റ് റോക്ക്. ഇവിടെ കൂളിംഗ് നടക്കുന്നത് ഇന്റർമീഡിയറ്റ് സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ റോക്സിന്റെ സൈസ് ഇന്റർമീഡിയറ്റ് സൈസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇഗ്നിയസ് റോക്സിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡെപ്തും അതുപോലെ തന്നെ കൂളിംഗ് എത്ര സ്പീഡിൽ നടക്കുന്നു എന്നതിനെയും ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിലിക്ക കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ബേസ്ഡ് ഓൺ സിലിക്ക കണ്ടന്റ് വി ക്യാൻ ക്ലാസിഫൈ ഇഗ്നിയസ് റോക്സ് ഇൻടു 2. സിലിക്ക കണ്ടന്റിന്റെ ബേസിസിൽ നമുക്ക് ഇഗ്നിയസ് റോക്സിനെ രണ്ടായിട്ട് തിരിക്കാം. അസിഡിക് ഇഗ്നിയസ് റോക്ക് എന്നും ബേസിക് ഇഗ്നിയസ് റോക്ക് എന്നും. അപ്പോൾ based on silica content we can classify igneous rocks into 2: acidic igneous rocks and basic igneous rocks. acidic igneous rocks ൽ സിലിക്ക കണ്ടന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അസിഡിക് ലാവ ഡിസ്കസ് ചെയ്ത. അസിഡിക് ലാവയിൽ സിലിക്ക കണ്ടന്റ് ഹൈ ആയിരിക്കും. അങ്ങനെയെങ്കിൽ അസിഡിക് ഇഗ്നിയസ് റോക്സിൽ സിലിക്ക കണ്ടന്റ് കൂടുതലായിരിക്കും. എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ബേസിക് ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ അതിൽ സിലിക്ക കണ്ടന്റ് കുറവായിരിക്കും. എക്സാമ്പിൾ ആണ് ഗ്യാബ്രോ ഡോളറൈറ്റ് ബസാൾട്ട്. ഗ്യാബ്രോ ഡോളറൈറ്റ് ബസാൾട്ട്. അത് കൃത്യമായി പഠിച്ചോളുക, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇഗ്നിയസ് റോക്സ് എന്ന ടോപ്പിക് കഴിഞ്ഞു. അടുത്ത സെഡിമെന്ററി റോക്സ് ആണ്. സെഡിമെന്ററി റോക്ക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് സെഡിമെന്റം എന്ന വേർഡിൽ നിന്നാണ്. സെഡിമെന്റം എന്ന വേർഡിൽ നിന്നാണ് സെഡിമെന്ററി റോക്ക് എന്ന വേർഡ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? സെഡിമെന്റ്സ് ഒരുപാട് നാള് എവിടെയെങ്കിലും പോയി കിടന്ന് അക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അതായത് നമ്മുടെ നദികള്, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, വേവ്സ് ഇവരൊക്കെ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ സെഡിമെന്റ്സ് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കപ്പെടും. അത് നിക്ഷേപിക്കപ്പെട്ട് കുറെ കാലം കഴിയുമ്പോൾ ആ സെഡിമെന്റ്സ് ലിത്തിഫൈ ചെയ്യും. ലിത്തിഫൈ ചെയ്ത് കഴിയുമ്പോൾ അത് റോക്കായി മാറും. അങ്ങനെ ഉണ്ടാവുന്ന റോക്സിനെയാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്ക് ഉണ്ടാവുന്ന പ്രോസസ് ആണ് ലിത്തിഫിക്കേഷൻ ഓഫ് സോയിൽ. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു റിവർ ഒഴുകുന്നു. ഇപ്പൊ റിവർ ആദ്യം കുറെ സെഡിമെന്റ്സ് കൊണ്ടുവരും. അതിനുശേഷം വീണ്ടും റിവർ ഒഴുകി വരുമ്പോൾ അടുത്ത കുറെ സെഡിമെന്റ്സ് കൊണ്ടുവരും. വീണ്ടും റിവർ ഒഴുകി വരുമ്പോൾ വീണ്ടും സെഡിമെന്റ്സ് കൊണ്ടുവരും. പിന്നീട് ഈ സെഡിമെന്റ്സ് ഓരോന്നായിട്ട് ലിത്തിഫൈ ചെയ്യാൻ തുടങ്ങും. ലിത്തിഫൈ ചെയ്ത് കഴിയുമ്പോൾ അത് സെഡിമെന്ററി റോക്കായി മാറും. അപ്പൊ ഇവര് ലെയേഴ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, സെഡിമെന്ററി റോക്സ് ആർ ഓൾവേസ് സ്ട്രാറ്റിഫൈഡ്. എപ്പോഴും അവർ ലെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇഗ്നിയസ് റോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇഗ്നിയസ് റോക്സ് ലെയേഴ്സ് ആയിട്ടല്ല കാണുന്നത്, പക്ഷെ സെഡിമെന്ററി റോക്സ് ലെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ലെയേഴ്സ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഈ ലെയേഴ്സിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഫോസിൽസ് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ ലെയേഴ്സിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഫോസിൽസ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും? ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ് ഹാവ് ഫോസിൽ കണ്ടന്റ്സ്. ഫോസിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു അത് സ്ട്രാറ്റിഫൈഡ് ആണ്.
നോ ലെയേഴ്സ് എന്നല്ല, സ്ട്രാറ്റിഫൈഡ് ആണ്. ഓക്കെ, നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നോട്ടിൽ എല്ലാ കാര്യങ്ങളും തിരുത്തിയിട്ടായിരിക്കും തരിക. ഓക്കെ, ഇത് എഡിറ്റിംഗ് മിസ്റ്റേക്ക് വന്നേക്കുന്നതാണ് ഈ ഒരു ഫയലില്, അപ്പൊ അതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾവേസ് സ്ട്രാറ്റിഫൈഡ്, എപ്പോഴും ലെയേഴ്സ് ആയിട്ടാണ് കാണുന്ന ഫോസിൽ കണ്ടന്റ് ഉണ്ടാവും. ഇനി നോൺ ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ ആണ്, അതായത് ക്രിസ്റ്റലൈൻ നേച്ചർ അല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള റോക്കാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് സെഡിമെന്ററി റോക്സിനെ കുറിച്ച് പറയുന്നത്. സെഡിമെന്ററി റോക്സ് ഞാൻ പറഞ്ഞു, റിവർ, വിൻഡ്, വേവ്സ് ഇങ്ങനെയുള്ള ജിയോമോർഫോളജിക്കൽ ഏജൻസ് കൊണ്ടുവരുന്ന സെഡിമെന്റ് കൂടിക്കിടന്നുണ്ടാവുന്ന റോക്സ് ആണ് സെഡിമെന്ററി റോക്ക്. അപ്പോൾ സെഡിമെന്റം എന്ന വാക്കിൽ നിന്നാണ് ഈ റോക്കിന്റെ പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സെഡിമെന്റ്സ് ലെയർ ആയിട്ടാണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് സെഡിമെന്ററി റോക്സ് ലെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ സെഡിമെന്റ് ഒഴുകി വരുന്ന കൂട്ടത്തിൽ ഫോസിൽസ് ഉണ്ടാവാം, അങ്ങനെയെങ്കിൽ ഈ റോക്കിനുള്ളിൽ ഫോസിൽസ് ഉണ്ടായിരിക്കും. നോൺ ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്, കാരണം സെഡിമെന്റ്സ് കൂടി ചേർന്ന് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതിന് കട്ടി കുറവായിരിക്കും. പിന്നെ ഇത് സോയില് എന്താ റോക്കായി മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിത്തിഫിക്കേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സിനെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്: മെക്കാനിക്കലി ഫോംഡ്, കെമിക്കലി ഫോംഡ് ആൻഡ് ഓർഗാനിക്കലി ഫോംഡ്. നമുക്ക് സെഡിമെന്ററി റോക്കിനെ മൂന്നായിട്ട് തിരിക്കാം: മെക്കാനിക്കലി ഫോംഡ്, കെമിക്കലി ഫോംഡ്, ഓർഗാനിക്കലി ഫോംഡ്. മെക്കാനിക്കലി ഫോംഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി പ്രഷർ കൊണ്ട് ഫോം ചെയ്യുന്ന റോക്സ് ആണ് മെക്കാനിക്കലി ഫോംഡ്. കെമിക്കലി ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് ഫോം ചെയ്യുന്ന റോക്സ് ആണ് കെമിക്കലി ഫോംഡ് എന്ന് പറയുന്നത്. ഓർഗാനിക്കലി ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് തിങ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന റോക്കുകളാണ് ഓർഗാനിക്കലി ഫോംഡ്. അപ്പൊ പ്രഷർ കൊണ്ട് ഫോം ചെയ്യപ്പെടുന്ന റോക്കുകളാണ് മെക്കാനിക്കലി ഫോംഡ് സെഡിമെന്ററി റോക്സ്. കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന റോക്സ് ആണ് കെമിക്കലി ഫോംഡ്. ഇനി ലിവിങ് തിങ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന റോക്കുകളാണ് ഓർഗാനിക്കലി ഫോംഡ്. അപ്പോൾ മെക്കാനിക്കലി ഫോംഡിന് എക്സാമ്പിൾ ആണ് സാൻഡ് സ്റ്റോൺ, കൊഗ്ലോമറേറ്റ്, ലൈംസ്റ്റോൺ. ലൈംസ്റ്റോണിനെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലും ലൈംസ്റ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. ലൈംസ്റ്റോൺ എന്ന സെഡിമെന്ററി റോക്ക് മെക്കാനിക്കലി ഫോം ചെയ്യാം, കെമിക്കലി ഫോം ചെയ്യാം, ഓർഗാനിക്കലി ഫോം ചെയ്യാം. ലൈംസ്റ്റോൺ ഒരു സെഡിമെന്ററി റോക്കാണ്, അത് എങ്ങനെ വേണമെങ്കിലും ഫോം ചെയ്യാം, മെക്കാനിക്കലി ഫോം ചെയ്യാം, കെമിക്കലി ഫോം ചെയ്യാം, ഓർഗാനിക്കലി ഫോം ചെയ്യാം. അപ്പൊ മെക്കാനിക്കലി ഫോം ചെയ്യുന്നതിൽ വരുന്നതാണ് സാൻഡ് സ്റ്റോണും കൊഗ്ലോമറേറ്റ്. ഇനി കെമിക്കലി ഫോം ചെയ്യുന്നതാണ് ചെർട്ടും പൊട്ടാഷ്യം. കെമിക്കലി ഫോം ചെയ്യുന്നതാണ് ചെർട്ടും പൊട്ടാഷ്യം. ഓർഗാനിക്കലി ഫോം ചെയ്യുന്നതാണ് ചോക്കും കോളും. അപ്പൊ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഓർഗാനിസംസ് ഉണ്ടല്ല, മീറ്റ്, കക്ക, ശംഖ് പോലെയുള്ള ജീവികളിൽ നിന്നാണ് ചോക്ക് ഉണ്ടാവുന്നത്. കോളാണെങ്കിൽ ചെടികളും മരങ്ങളും മണ്ണിനടിയിൽ പോയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ചോക്ക് ഉണ്ടാവുന്നത് മറൈൻ ഓർഗാനിസത്തിൽ നിന്നും കോൾ ഉണ്ടാവുന്നത് നാച്ചുറൽ വെജിറ്റേഷനിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവരെ ഓർഗാനിക്കലി ഫോംഡ് എന്ന് പറയാം. കെമിക്കലി ഫോംഡ് എന്ന് പറയുമ്പോൾ പൊട്ടാഷ് പെട്ടെന്ന് ഓർക്കാലോ, കാരണം കെമിസ്ട്രി ലാബ് ഓർമ്മ വരും പൊട്ടാഷ് എന്ന് പറയുമ്പോൾ. പിന്നെ ചെർട്ട് എന്ന് പറയുന്നത് ഒരു തരം വെള്ള കളറിലുള്ള കല്ലാണ്. ഓക്കെ, ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. മെക്കാനിക്കലി ഫോംഡ്, അത് പ്രഷർ കൊണ്ടാണ് ഫോം ചെയ്യുന്നത്, ഉദാഹരണമാണ് സാൻഡ് സ്റ്റോണും കൊഗ്ലോമറേറ്റും. കെമിക്കലി ഫോംഡ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന സെഡിമെന്ററി റോക്സ് ആണ്, അതിന് എക്സാമ്പിൾ ആണ് പൊട്ടാഷ്യം, ചെർട്ടും. ഓർഗാനിക്കലി ഫോംഡ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, അതിന് എക്സാമ്പിൾ ആണ് ചോക്കും കോളും. ഇനി ഇതിനെല്ലാത്തിനും കോമൺ എക്സാമ്പിൾ ആണ് ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് മെറ്റാമോർഫിക് റോക്ക് ആണ്. എന്താണ് മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ? മെറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നിലധികം എന്നാണ്. മോർഫിസം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്നാണ് അർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ ഫോട്ടോയൊക്കെ മോർഫ് ചെയ്യാറുണ്ട്. മോർഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറുന്ന റോക്കുകളെയാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് വിളിക്കുക. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറുന്ന റോക്കുകളാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുക. അപ്പൊ മെറ്റാമോർഫിസം മീൻസ് ചേഞ്ച് ഇൻ ദ ഫോം. ഇനി ഒരു റോക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറാനുള്ള കാരണം എന്താണ്? അതിന് കാരണം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ്. PVT എന്ന് ഓർത്താൽ മതി. പ്രഷറില്, വോളിയത്തില്, ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചസ്. ഒരു റോക്കിന് പ്രഷർ കൊടുക്കുകയോ ഒരു റോക്കിന്റെ ടെമ്പറേച്ചർ മാറ്റുകയോ ഒരു റോക്കിന്റെ വോളിയത്തിൽ ചേഞ്ചസ് വരികയോ ചെയ്യുമ്പോൾ ആ റോക്ക് പുതിയൊരു രൂപത്തിലോട്ട് മാറും.
ഓക്കെ, അപ്പൊ മെറ്റാമോർഫിസം നടക്കുന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. മെറ്റാമോർഫിസം നടന്നു കഴിയുമ്പോൾ റോക്ക് ഒന്നും കൂടെ സ്ട്രോങ് ആണ്. അപ്പൊ അവര് ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്. നമ്മൾ നേരത്തെ ഇഗ്നിയസ് റോക്സ് ക്രിസ്റ്റലൈൻ ആണ് എന്ന് പറഞ്ഞു. സെഡിമെന്ററി റോക്ക് നോൺ ക്രിസ്റ്റലൈൻ ആണ് എന്നാണ് പറഞ്ഞത്. ഇനി മെറ്റാമോർഫിക് റോക്സിൽ ഫോസിൽ ഇല്ല. എന്തുകൊണ്ടാണ് മെറ്റാമോർഫിക് റോക്കിൽ ഫോസിൽ ഇല്ലാത്ത? എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. റോക്ക് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഗേറ്റ് ഓഫ് മിനറൽസ് ആണ്. ഒരുപാട് മിനറൽസിന്റെ കൂട്ടമാണ് റോക്ക് എന്ന് പറയുന്നത്. അഗ്രഗേറ്റ് ഓഫ് മിനറൽസ്, ഒന്നിലധികം മിനറൽസിന്റെ കൂട്ടം, അതിനെയാണ് നമ്മൾ റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റോക്കിനുള്ളില് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് നമ്മൾ കൊടുക്കുമ്പോൾ ആ റോക്കിനുള്ളിലെ മിനറൽസ് റീക്രിസ്റ്റലൈസ് ചെയ്യും. ആ റോക്കിനുള്ളിലെ മിനറൽസ് എന്ത് ചെയ്യും? റീക്രിസ്റ്റലൈസ് ചെയ്യും. റീക്രിസ്റ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ റോക്കിനുള്ളിലെ മിനറൽസിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വരിക എന്നാണ് അർത്ഥം. അപ്പൊ ആ റോക്കിന്റെ മിനറൽസിൽ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ റോക്സ് എന്ത് ചെയ്യും അറിയോ? ലെയേഴ്സ് ആയിട്ട് മാറും. നിർബന്ധമില്ല, പക്ഷെ ചില കേസസിൽ റോക്സ് ലെയേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ മെറ്റാമോർഫിക് റോക്സ് ലെയേഴ്സ് ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ലെയേഴ്സ് ആർ പ്രസന്റ് ഇൻ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ മെറ്റാമോർഫിക് റോക്സിലുള്ള മിനറൽസ് ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്യപ്പെടും. ആ റീ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീക്രിസ്റ്റലൈസേഷൻ. അത് റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഈ മിനറൽസിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതിൽ ചില മിനറൽസ് ലെയേഴ്സ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആ റോക്കിൽ ലെയേഴ്സ് കാണും. ഇങ്ങനെ മെറ്റാമോർഫിക് റോക്സിൽ ലെയേഴ്സ് കാണുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോളിയേഷൻ ഓർ ലീനിയേഷൻ. ഫോളിയേഷൻ ഓർ ലീനിയേഷൻ. നിങ്ങൾ ഈ റോക്കിന്റെ പിക്ചർ കണ്ടോ? നിങ്ങൾ ഈ റോക്കിന്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പാളി പാളിയായിട്ടാണ് റോക്ക് ഇരിക്കുന്നത്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോളിയേഷൻ അഥവാ ലീനിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോളിയേഷൻ, ലീനിയേഷൻ എന്ന് പറഞ്ഞാൽ ലെയർ ലെയർ ആയിട്ട് മാറാം. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ മെറ്റാമോർഫിക് റോക്സ് ലെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെഡിമെന്ററി റോക്സ് ലെയേഴ്സ് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മെറ്റാമോർഫിക് റോക്സും ലെയേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇഗ്നിയസ് റോക്സ് എന്തായിട്ട് കാണുന്നില്ല? ലെയേഴ്സ് ആയിട്ട് കാണുന്നില്ല. ഇഗ്നിയസ് റോക്സ് ലെയേഴ്സ് ആയിട്ട് കാണുന്നില്ല. അത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം, ഇങ്ങനെ ഫോളിയേഷനും ലീനിയേഷനും നടന്ന് റോക്സ് ലെയേഴ്സ് ആയി മാറുന്ന സമയത്ത് ചില സമയത്ത് റോക്കിനുള്ളിൽ ഡാർക്ക് ആൻഡ് വൈറ്റ് കളർ ബാൻഡുകൾ ഫോം ചെയ്യാം. ഇങ്ങനെ ഫോളിയേഷനും ലീനിയേഷനും നടന്ന് അവർ ലെയേഴ്സ് ആയി മാറുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റ് കളർ അതുപോലെ തന്നെ ഡാർക്ക് കളർ ബാൻഡ് ആയിട്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് ബാൻഡിങ് ഓഫ് റോക്സ് എന്ന് വിളിക്കുക. പിന്നെ ബാൻഡിങ് ഓഫ് റോക്ക് എന്ന് വിളിക്കും. ഇങ്ങനെ കാണിക്കുന്ന റോക്കുകളെ ബാൻഡഡ് റോക്ക് എന്നും വിളിക്കും. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ, അതും അല്ലെങ്കിൽ എന്താ ബാൻഡിങ്, ഇതൊക്കെ ആരുടെ സ്വഭാവമാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഫോളിയേഷൻ, ലീനിയേഷൻ, ബാൻഡിങ് ഇതെല്ലാം ഇഗ്നിയസ് മെറ്റാമോർഫിക് റോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മെറ്റാമോർഫിക് റോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്രയേ ഉള്ളൂ മെറ്റാമോർഫിക് റോക്സിനെ കുറിച്ച് നോക്കാനായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു മെറ്റാമോർഫിക് റോക്സ് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് ചേഞ്ച് ചെയ്യുന്ന റോക്സ് ആണ്. അങ്ങനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള കാരണം പ്രഷറിലോ ടെമ്പറേച്ചറിലോ വോളിയത്തിലോ വരുന്ന ചേഞ്ചസ് ആണ്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് വരുമ്പോൾ റോക്കിനുള്ളിലെ മിനറൽസ് റീക്രിസ്റ്റലൈസ് ചെയ്യും. റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ചില സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും? ലെയേഴ്സ് ആയി മാറും. അപ്പൊ മെറ്റാമോർഫിക് റോക്സ് ലെയേഴ്സ് ആയി കാണാം. ആ പ്രോസസ്സിനെയാണ് ഫോളിയേഷൻ അഥവാ ലീനിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോളിയേഷൻ, ലീനിയേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ റോക്കില് ലൈറ്റ്, ഡാർക്ക് കളർ ബാൻഡ്സ് കാണും. അപ്പൊ നമ്മൾ ആ റോക്കിനെ ബാൻഡഡ് റോക്ക് എന്ന് വിളിക്കും. ആ പ്രോസസ്സിനെ ബാൻഡിങ് എന്നും വിളിക്കും. ഇനി മെറ്റാമോർഫിക് റോക്സിൽ ഫോസിൽസ് ഇല്ല. എന്തുകൊണ്ടാണ് മെറ്റാമോർഫിക് റോക്സിൽ ഫോസിൽസ് ഇല്ലാത്തതെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞില്ലേ മെറ്റാമോർഫിക് റോക്സിൽ റീക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോൾ അതിനുള്ളിലെ മിനറൽസ് റീഅറേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മെറ്റാമോർഫിക് റോക്കിനുള്ളിൽ ഒരു ഫോസിൽസ് എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ, മെറ്റാമോർഫിക് റോക്കിനുള്ളിൽ ഫോസിൽസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ
ആ റോക്കിന് റീക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന സമയത്ത് ആ ഫോസിലെ മെറ്റീരിയൽസ് ആ റോക്കിനുള്ളിൽ തന്നെ ഡിസോൾവ് ആവും. ആ ഫോസിലെ മെറ്റീരിയൽസ് ആ റോക്കിനുള്ളിൽ ഡിസോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഫോസിൽ സർവൈവ് ചെയ്യോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് മെറ്റാമോർഫിക് റോക്കിൽ ഫോസിൽസ് ഇല്ല. ഫോസിൽസ് കാണുന്ന ഒരേ ഒരു റോക്ക് എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്കാണ്. ഓർത്തിരിക്കണേ, ഫോസിൽ കാണുന്ന ഒരേ ഒരു റോക്ക് സെഡിമെന്ററി റോക്കാണ്. ലെയേഴ്സ് കാണാത്ത ഒരേ ഒരു റോക്ക് ഇഗ്നിയസ് റോക്സ് ആണ്. ലെയേഴ്സ് കാണാത്ത ഒരേ ഒരു റോക്ക് ഇഗ്നിയസ് റോക്കാണ്. ഇനി മെറ്റാമോർഫിക് റോക്സിന് ക്ലാസിഫിക്കേഷൻ ഇല്ല, പക്ഷെ മെറ്റാമോർഫിസത്തിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെറ്റാമോർഫിക് റോക്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നില്ല, പക്ഷെ മെറ്റാമോർഫിസത്തിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെറ്റാമോർഫിസത്തിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഡൈനാമിക് മെറ്റാമോർഫിസം എന്നും തെർമൽ മെറ്റാമോർഫിസം എന്നും. മെറ്റാമോർഫിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, ഡൈനാമിക് മെറ്റാമോർഫിസം ആൻഡ് തെർമൽ മെറ്റാമോർഫിസം. എന്താണ് ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ മെറ്റാമോർഫിസം നടക്കുന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പോൾ ഒരു മെറ്റാമോർഫിസം പ്രധാനമായും നടക്കുന്നത് പ്രഷർ ചേഞ്ചസ് കൊണ്ടാണെങ്കിൽ ആ മെറ്റാമോർഫിസത്തിനെയാണ് ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ഇഫ് മെറ്റാമോർഫിസം ഈസ് ഹാപ്പനിങ് primarily due to pressure changes. If metamorphism is happening primarily due to pressure changes, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് വിളിക്കും. അപ്പോൾ മെറ്റാമോർഫിസം നടക്കുന്നത് പ്രൈമറിലി പ്രഷർ ചേഞ്ചസ് കൊണ്ടാണെങ്കിൽ അതിനെ ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് വിളിക്കും. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, പ്രഷർ ചേഞ്ച് ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ ടെമ്പറേച്ചറും വോളിയവും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഡൈനാമിക് മെറ്റാമോർഫിസത്തിൽ ഇറ്റ് മേ ഓൾസോ ഇൻവോൾവ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ചേഞ്ചസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡൈനാമിക് എന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈമറിലി ഹാപ്പനിങ് ഡ്യൂ ടു പ്രഷർ ചേഞ്ചസ്. അത് പ്രധാനമായും ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ചസ് കൊണ്ടാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ചും വോളിയം ചേഞ്ചും ഉണ്ടാവാം. ഇനി അടുത്ത മെറ്റാമോർഫിസം ആണ് തെർമൽ മെറ്റാമോർഫിസം. തെർമൽ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈമറിലി ഹാപ്പനിങ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. ഇറ്റ് ഈസ് പ്രൈമറിലി ഹാപ്പനിങ് ഡ്യൂ ടു എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ചസ്. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ടാണ് പ്രൈമറിലി എന്തുണ്ടാവുന്നത്? നമ്മുടെ തെർമൽ മെറ്റാമോർഫിസം നടക്കുന്നത്. പക്ഷെ അവിടെയും ഒരു പ്രത്യേകതയുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, മെറ്റാമോർഫിസം നടക്കുന്നു, പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ പ്രഷർ, വോളിയം ചേഞ്ചസ് വരാം. അപ്പോൾ തെർമൽ മെറ്റാമോർഫിസം ക്യാൻ ഓൾസോ ഇൻവോൾവ് പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ്. ഇറ്റ് ക്യാൻ ഓൾസോ ഇൻവോൾവ് പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ്. അപ്പോൾ നമ്മൾ മെറ്റാമോർഫിസം ത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഡൈനാമിക്കും തെർമലും. ഇനി തെർമലിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഡൈനാമിക്കിന് വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷെ തെർമലിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. തെർമലിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് കോണ്ടാക്ട് മെറ്റാമോർഫിസവും റീജിയണൽ മെറ്റാമോർഫിസവും. അപ്പോൾ മെറ്റാമോർഫിസത്തിനെ രണ്ടായി തിരിച്ചു. എങ്ങനെയാ തിരിച്ച്? ഡൈനാമിക് മെറ്റാമോർഫിസം എന്നും തെർമൽ മെറ്റാമോർഫിസം എന്നും. എന്നിട്ട് തെർമലിനെ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കുകയാണ്, കോണ്ടാക്ട് മെറ്റാമോർഫിസം എന്നും റീജിയണൽ മെറ്റാമോർഫിസം എന്നും. ആ പേരിൽ തന്നെ ഉണ്ട് കോണ്ടാക്ട് മെറ്റാമോർഫിസം. കോണ്ടാക്ട് മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റോക്സ് നല്ല ഹോട്ട് ലാവ അല്ലെങ്കിൽ മാഗ്മയായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ മെറ്റാമോർഫൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോണ്ടാക്ട് മെറ്റാമോർഫിസം എന്ന് വിളിക്കും. ഇഫ് എ റോക്ക് ഗെറ്റ് കോണ്ടാക്ട് വിത്ത് hot lava or magma, it is known as contact metamorphism. ഒരു ചൂടുള്ള ലാവയോ മാഗ്മയോ ആയിട്ട് റോക്സിന് കോണ്ടാക്ട് വരികയും റോക്കിൽ മെറ്റാമോർഫിസം അതുവഴി ഉണ്ടാവുകയും ചെയ്താൽ അതിനെ കോണ്ടാക്ട് മെറ്റാമോർഫിസം എന്ന് വിളിക്കും. അടുത്താണ് റീജിയണൽ മെറ്റാമോർഫിസം. എന്താണ് റീജിയണൽ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ? ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം കാണുന്ന മെറ്റാമോർഫിസം ആണ് റീജിയണൽ മെറ്റാമോർഫിസം. അതായത് ഇത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്ലേറ്റ് ബൗണ്ടറീസ്. നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സിൽ പ്ലേറ്റ് ബൗണ്ടറീസ് പഠിച്ചു അല്ലെ? അപ്പോൾ കൺവേർജിങ് ബൗണ്ടറീസ് ഒക്കെ ഉണ്ടല്ലോ. കൺവേർജിങ് ബൗണ്ടറീസിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഒരു പ്ലേറ്റിന്റെ അടിയിലോട്ടും ആ താഴോട്ട് പോകുന്ന പ്ലേറ്റിന് ചൂട് കൂടാനുള്ള ചാൻസ് ഉണ്ട് മാന്റിലിന് അടുക്കും തോറും. അപ്പോൾ അവിടെ നടക്കുന്ന മെറ്റാമോർഫിസത്തെയാണ് റീജിയണൽ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ് ബൗണ്ടറീസിൽ ഉണ്ടാവുന്ന മെറ്റാമോർഫിസം അതാണ് റീജിയണൽ മെറ്റാമോർഫിസം. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് മെറ്റാമോർഫിസം പഠിച്ചു കഴിഞ്ഞു.
ഇനി നമ്മളോട് സ്ഥിരമായി PSC ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോക്സും അതിന്റെ മെറ്റാമോർഫിക് ഫോംസും. ഇത് നമ്മളോട് ചോദിക്കുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് തരിക. ഒരു സൈഡിൽ റോക്സ് വരും, മറ്റേ സൈഡിൽ അതിന്റെ മെറ്റാമോർഫൈസ്ഡ് ഫോംസ് വരും. എന്നിട്ട് നമ്മളോട് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ അറിഞ്ഞിരിക്കുക, ഗ്രാനൈറ്റിന് മെറ്റാമോർഫിസം നടന്നാൽ നീസായി മാറും. അപ്പൊ ഗ്രാനൈറ്റ് ജിയിലാണ് തുടങ്ങുന്നത്, നീസിലും ജി ഉണ്ട്. അപ്പൊ ഗ്രാനൈറ്റിന് മെറ്റാമോർഫിസം നടക്കുന്നതാണ് നീസ്. ലൈം സ്റ്റോണിന് വെള്ള കളറാണ്, ലൈം സ്റ്റോണിന് മെറ്റാമോർഫിസം നടന്നാൽ മാർബിൾ ആയി മാറും. ഇനി സാൻഡ് സ്റ്റോൺ, സാൻഡ് സ്റ്റോണിന് മെറ്റാമോർഫിസം നടന്നാൽ ക്വാർട്സൈറ്റ് ആയിട്ട് മാറും. സാൻഡ് സ്റ്റോണിന് മെറ്റാമോർഫിസം നടന്നാൽ ക്വാർട്സൈറ്റ് ആയിട്ട് മാറും. ക്ലേക്ക് മെറ്റാമോർഫിസം നടന്നാൽ സ്ലേറ്റ് ആയി മാറും. ക്ലേ ഇല്ലേ, ക്ലേ, ചെളിക്ക് മെറ്റാമോർഫിസം നടന്നാണ് നമ്മുടെ എഴുതണ സ്ലേറ്റ് ഇല്ലേ, കല്ലിന്റെ താഴെ വീണ പൊട്ടണ ടൈപ്പ് സ്ലേറ്റ്, അതുണ്ടായിരിക്കുന്നത് ക്ലേക്ക് മെറ്റാമോർഫിസം ആണ്. അപ്പൊ ഇതിന് മറക്കരുത്, നമ്മളെല്ലാവരും സ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിലെ ക്ലാസ്സുകളിൽ. അപ്പൊ ആ സ്ലേറ്റ് ഉണ്ടായിരിക്കുന്നത് ക്ലേക്ക് മെറ്റാമോർഫിസം നടന്ന. ഇനി സ്ലേറ്റിന് വീണ്ടും മെറ്റാമോർഫിസം നടന്നാൽ ഷിസ്റ്റായി മാറും. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാനൈറ്റിൽ ജി ഉണ്ട്, അപ്പൊ ഗ്രാനൈറ്റ് മെറ്റാമോർഫിസം നടന്നാൽ അത് നീസിസ് ആവും എന്ന് ഓർക്കുക. ഇനി ഞാൻ പറഞ്ഞു ലൈം സ്റ്റോൺ, അത് വെള്ള കളറാണ്. അപ്പൊ ലൈം സ്റ്റോണിന് മെറ്റാമോർഫിസം നടന്നാൽ നല്ല വെളുത്ത മാർബിൾ ഉണ്ട്, അപ്പൊ മാർബിൾ. സാൻഡ് സ്റ്റോൺ, ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സാൻഡ് സ്റ്റോൺ മെറ്റാമോർഫിസം നടന്നാൽ ക്വാർട്സൈറ്റ് ആയിട്ട് മാറും. ഇനി ക്ലേ, നമ്മൾ പറഞ്ഞു പാടത്തൊക്കെ ഉള്ള ചെളി, അത് മെറ്റാമോർഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്ന സ്ലേറ്റ് ആയി മാറുന്നത്, സ്ലേറ്റ് ആയി മാറും. ഇനി സ്ലേറ്റിന് മെറ്റാമോർഫിസം നടന്നു കഴിഞ്ഞാൽ അത് ഷിസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് റോക്ക് സൈക്കിൾ ആണ്. എന്താണ് റോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? റോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്രകൃതിയിൽ എപ്പോഴും നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെയാണ്. പ്രകൃതിയിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പ്രതിഭാസങ്ങളെയാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുക. ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുന്നതിനെയാണ് സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇഗ്നിയസ് റോക്സിന് മെറ്റാമോർഫിസം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കുക. ഒരു സ്ഥലത്ത് ഇഗ്നിയസ് റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇഗ്നിയസ് റോക്കിന് മെറ്റാമോർഫിസം നടന്നു കഴിഞ്ഞാൽ അത് മെറ്റാമോർഫിക് റോക്കായി മാറും. ഇനി ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, ഇറോഷനും വെതറിങ് ഒക്കെ കടന്ന് പൊടിഞ്ഞു പോയി. ആ സെഡിമെന്റ്സ് വേറെ എവിടെയെങ്കിലും ചെന്ന് കിടന്ന് കുറെ നാൾ കഴിയുമ്പോൾ അത് സെഡിമെന്ററി റോക്കായി മാറും. ഇനി ഇഗ്നിയസ് റോക്സ് ഏതെങ്കിലും പ്ലേറ്റ് ബൗണ്ടറിയിൽ പോയി തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും ഇഗ്നിയസ് റോക്കായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇഗ്നിയസ് റോക്സിന് വേണമെങ്കിൽ മെറ്റാമോർഫിക് റോക്ക് ആവാം, ഇഗ്നിയസ് റോക്സിന് വേണമെങ്കിൽ സെഡിമെന്ററി റോക്ക് ആവാം, ഇഗ്നിയസ് റോക്സിന് വേണമെങ്കിൽ വീണ്ടും ഇഗ്നിയസ് റോക്ക് ആവാം. ഇതുപോലെ തന്നെയാണ് സെഡിമെന്ററി റോക്കിന്റെ കാര്യം. സെഡിമെന്ററി റോക്ക് പൊടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും സെഡിമെന്റ് ആയി മാറും. ആ സെഡിമെന്റ് വേറെ എവിടെയെങ്കിലും പോയി കിടന്നാൽ അത് വീണ്ടും പുതിയൊരു സെഡിമെന്ററി റോക്കായി മാറും. ഒരു സെഡിമെന്ററി റോക്ക് പൊടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടികൾ വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് അവിടെ അക്യൂമുലേറ്റ് ചെയ്താൽ അത് പുതിയൊരു സെഡിമെന്ററി റോക്കായി മാറും. ഇനി സെഡിമെന്ററി റോക്കിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് മെറ്റാമോർഫിക് റോക്കായി മാറും. ഇനി സെഡിമെന്ററി റോക്ക് പ്ലേറ്റ് ബൗണ്ടറീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് ഇഗ്നിയസ് റോക്കായി മാറും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ സെഡിമെന്ററി റോക്കിന് വേണമെങ്കിൽ വീണ്ടും സെഡിമെന്ററി റോക്ക് ആവാം, സെഡിമെന്ററി റോക്കിന് മെറ്റാമോർഫിക് റോക്ക് ആവാം, സെഡിമെന്ററി റോക്കിന് ഇഗ്നിയസ് റോക്ക് ആവാം. അടുത്തതാണ് നമ്മുടെ മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് റോക്കിന് വീണ്ടും മെറ്റാമോർഫിസം സംഭവിക്കാവുന്നതാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആള്. അതായത് ക്ലേക്ക് മെറ്റാമോർഫിസം നടന്ന സ്ലേറ്റ് ആവും, സ്ലേറ്റിന് മെറ്റാമോർഫിസം നടന്നാലോ അത് വീണ്ടും ഷിസ്റ്റായി മാറും. അപ്പൊ മെറ്റാമോർഫിക് റോക്സിന് വീണ്ടും എന്ത് സംഭവിക്കാവുന്നതാണ്? വീണ്ടും മെറ്റാമോർഫിസം സംഭവിക്കാം. ഇനി മെറ്റാമോർഫിക് റോക്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആ സെഡിമെന്റ്സ് വേറെ എവിടെയെങ്കിലും പോയി കിടന്നാൽ അത് സെഡിമെന്ററി റോക്കാവും. ഇനി മെറ്റാമോർഫിക് റോക്സ് പ്ലേറ്റ് ബൗണ്ടറീസിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇഗ്നിയസ് റോക്കായി മാറും. അപ്പൊ മെറ്റാമോർഫിക് റോക്സിന് മെറ്റാമോർഫിക് റോക്ക് ആവാം, മെറ്റാമോർഫിക് റോക്കിന് സെഡിമെന്ററി റോക്ക് ആവാം, ഇഗ്നിയസ് റോക്കായി മാറാം. ക്ലിയർ ആണല്ലോ? ഇതാണ് റോക്ക് സൈക്കിൾ. ഏതൊരു റോക്കിനും 3 രൂപങ്ങളിലോട്ടും മാറാൻ സാധിക്കും. അതാണ് റോക്ക് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റോക്സിന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, PSC ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ KS അടക്കമുള്ള പരീക്ഷയ്ക്ക് റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഗ്നിയസ് റോക്സിന്റെ
ഡെപ്ത് അനുസരിച്ച് പ്ലൂട്ടോണിക്, വോൾക്കാനിക്, ഇന്റർമീഡിയറ്റ് എന്ന് ഇരിക്കാം. സിലിക്ക കണ്ടന്റ് അനുസരിച്ച് അസിഡിക് റോക്ക്, ബേസിക് റോക്ക് എന്ന് തിരിക്കാം. ഇനി നമ്മുടെ സെഡിമെന്ററി റോക്കിനെയാണെങ്കിൽ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുക: മെക്കാനിക്കലി ഫോംഡ്, കെമിക്കലി ഫോംഡ് ആൻഡ് ഓർഗാനിക്കലി ഫോംഡ്. ഇനി മെറ്റാമോർഫിക് റോക്കിന് ക്ലാസിഫിക്കേഷൻ ഇല്ല, പക്ഷെ മെറ്റാമോർഫിസം എന്ന പ്രോസസ്സിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെറ്റാമോർഫിസം രണ്ടായി തിരിക്കുന്നുണ്ട്: ഡൈനാമിക് മെറ്റാമോർഫിസം, തെർമൽ മെറ്റാമോർഫിസം. തെർമൽ മെറ്റാമോർഫിസത്തിനെ വീണ്ടും രണ്ടായി തിരിക്കുകയാണ്: കോണ്ടാക്ട് മെറ്റാമോർഫിസം, റീജിയണൽ മെറ്റാമോർഫിസം. നമ്മൾ പറഞ്ഞു ലെയേഴ്സ് ആയി കാണുന്നത് 2 റോക്ക് ആണ്: സെഡിമെന്ററി റോക്കും മെറ്റാമോർഫിക് റോക്കും. ഫോസിൽ കാണുന്നത് ഒരേ ഒരു റോക്കിലാണ്, സെഡിമെന്ററി റോക്കിൽ. ക്രിസ്റ്റലൈൻ നേച്ചർ 2 റോക്കുകളാണ്: ഇഗ്നിയസും മെറ്റാമോർഫിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്ക് ഈസ് കോൾഡ് പ്രൈമറി റോക്ക്? ഏതാണ് പ്രൈമറി റോക്ക് എന്നറിയപ്പെടുന്നത്? അത് ഇഗ്നിയസ് റോക്സ് ആണ്. ഇഗ്നിയസ് റോക്സ് ഈസ് നോൺ ആസ് പ്രൈമറി റോക്ക്. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ പെയേഴ്സിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലേ, ഷെയില്, ലൈംസ്റ്റോൺ, മാർബിള്, സ്ലേറ്റ്, ക്വാർട്സൈറ്റ്, ഗ്രാനൈറ്റ്, നീസിസ്. ഏതൊക്കെ ശരി? ക്ലേ എന്തായിട്ടാ മാറുന്നത്? ക്ലേ സ്ലേറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ലൈംസ്റ്റോൺ, മാർബിള് അത് ശരിയാണ്. സ്ലേറ്റ് എന്തായിട്ടാ മാറുന്നത്? സ്ലേറ്റ് ഷിസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ദെൻ ഗ്രാനൈറ്റ്, നീസിസ് അത് ശരിയാണ്. ചൂസ് ദി കറക്റ്റ് പെയേഴ്സ്. 2 പെയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്: ലൈംസ്റ്റോൺ മാർബിളും ഗ്രാനൈറ്റ് നീസിസും. അപ്പൊ ആൻസർ 1 and 4 ആണ് വരിക. സോറി, 2 and 4 ആണ് വരിക. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 2 and 4 റൈറ്റ് ആൻസർ 2 and 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇഗ്നിയസ് റോക്സ് ആർ വോൾക്കാനിക് ഇൻ ടൈപ്പ്, hence no fossils. Granite and basalt are examples of igneous rocks. Igneous rocks are primarily rocks formed on the earth. Igneous rocks have layered structure. തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇഗ്നിയസ് റോക്സ് ആർ വോൾക്കാനിക് ഇൻ ടൈപ്പ്, hence no fossils. അത് ശരിയാണ്. ഇഗ്നിയസ് റോക്സ് ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ്, അതുകൊണ്ട് ഫോസിൽ ഇല്ല. ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ഇഗ്നിയസ് റോക്സ്. അതും ശരിയാണ്. ഇഗ്നിയസ് റോക്സ് ആർ പ്രൈമറി റോക്സ് ഫോംഡ് ഓൺ എർത്ത്. അതും ശരിയാണ്. ഇഗ്നിയസ് റോക്സ് ഹാവ് ലെയേർഡ് സ്ട്രക്ചർ. അല്ല. സെഡിമെന്ററി റോക്കും മെറ്റാമോർഫിക് റോക്സും ലെയേർഡ് ആണ്, പക്ഷെ ഇഗ്നിയസ് ലെയേർഡ് അല്ല. നമ്മളോട് ഇൻകറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇൻകറക്റ്റ് ഈസ് ഓപ്ഷൻ ബി, 4 only. ഓപ്ഷൻ ബി 4 only is the right answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റോക്സ് മാച്ചസ് വിത്ത് ദെയർ എക്സാമ്പിൾസ്? ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഗ്നിയസ് റോക്സ് ബസാൾട്ട് ശരിയാണ്. സെഡിമെന്ററി റോക്ക് സ്ലേറ്റ് അല്ല. സ്ലേറ്റ് എന്താണ് പിള്ളേരെ? സ്ലേറ്റ് മെറ്റാമോർഫിക് റോക്ക് ആണ്, അപ്പൊ തെറ്റാണ്. മെറ്റാമോർഫിക് റോക്ക് മാർബിൾ. മെറ്റാമോർഫിക് റോക്ക് ആണ് മാർബിള്, അത് ശരിയാണ്. അപ്പോ 2 പെയേഴ്സ് ശരിയാണ്, 1 ഉം 3 ഉം ശരിയാണ്. അപ്പോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. only 1 and 3 are correct. only 1 and 3 are correct. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാമോർഫിക് റോക്ക് ഇസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മെറ്റാമോർഫിക് റോക്സ്? എളുപ്പമാണ്. ക്വാർട്സൈറ്റ് ആണ് മെറ്റാമോർഫിക് റോക്സ്. ഗ്രാനൈറ്റും ബസാൾട്ടും ഇഗ്നിയസ് റോക്ക് ആണ്. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് എന്ത് റോക്കാണ്? അത് സെഡിമെന്ററി റോക്കാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ റോക്സ് എന്ന ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോയിൽ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സോയിൽസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സോയിലിന്. സോയിലിന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എങ്ങനെയാണ് സോയിലിനെ ഡിഫൈൻ ചെയ്യുക? അപ്പൊ സോയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, തിൻ
ടോപ്പ് ലെയർ ഓൺ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിൽ കാണുന്ന തിൻ ടോപ്പ് ലെയർ ആണ്. എർത്തിന്റെ ക്രസ്റ്റിനെ പൊതിയുന്ന ഒരു തിൻ ലെയർ ആണ് സോയിൽ എന്ന് പറയുന്നത്. ഇനി സോയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് രണ്ട് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്, റോക്ക് പാർട്ടിക്കിൾസും ഓർഗാനിക് മാറ്ററും. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സോയിലിന് എന്ന് പറയുന്നത് തിൻ ടോപ്പ് ലെയർ ഓൺ എർത്ത് ക്രസ്റ്റ് ആണ്. എർത്തിന്റെ ക്രസ്റ്റിൽ കാണുന്ന തിൻ ടോപ്പ് ലെയറിനെയാണ് സോയിൽ എന്ന് പറയുന്നത്. സോയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് രണ്ട് കമ്പോണൻസ് കൊണ്ടാണ്. ഒന്ന് റോക്ക് പാർട്ടിക്കിൾസ്, നമുക്കറിയാം സോയിൽ ഉണ്ടാവുന്നത് റോക്ക് പൊടിഞ്ഞിട്ടാണ്. രണ്ടാമത്തത് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളും മരങ്ങളും അതിന്റെ ഇലകളും ട്വിക്സ് ഒക്കെ അഴുകി ചേർന്നൊക്കെയാണ് സോയിൽ ഉണ്ടാവുക. ഇനി സോയിലിനെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് സോയിൽ ഈസ് നോൺ ആസ് പെഡോജെനസിസ്. പെഡോ എന്ന് പറഞ്ഞാൽ സോയിലാണ്, പെഡോളജി. സ്റ്റഡി ഓഫ് സോയിൽ ഈസ് നോൺ ആസ് പെഡോളജി. ഇനി ഫോർമേഷൻ ഓഫ് സോയിൽ ഈസ് നോൺ ആസ് പെഡോജെനസിസ്. നാച്ചുറൽ ഫോർമേഷൻ ഓഫ് സോയിൽ ഈസ് നോൺ ആസ് പെഡോജെനസിസ്. അപ്പോ സോയിൽ നമ്മൾ പറഞ്ഞു എർത്തിന്റെ സർഫസിലുള്ള തിൻ ടോപ്പ് ലെയർ ആണ്. സോയിലിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ഒന്ന് റോക്ക് പാർട്ടിക്കിൾസ്, രണ്ട് അതിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസ്. സ്റ്റഡി ഓഫ് സോയിൽ അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. ഇനി സോയിൽ ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെഡോജെനസിസ്. നമ്മൾ പറഞ്ഞു എന്താണ് ഈ സോയിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് റോക്ക് പൊടിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് സോയിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ, സർഫസ് റിലീഫ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, ടൈം. ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രൈമർലി സോയിൽ എങ്ങനെ ഉണ്ടാവുന്നത്? പ്രൈമർലി സോയിൽ ഉണ്ടാവുന്നത് റോക്ക് പൊടിഞ്ഞിട്ടാണ്. പ്രൈമറിലി സോയിൽ ഫോം ചെയ്യുന്നത് റോക്ക് പൊടിഞ്ഞിട്ടാണ്. അപ്പോൾ സോയിൽ ഫോർമേഷനെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് റോക്ക് പൊടിഞ്ഞിട്ടാണോ സോയിൽ ഉണ്ടാവുന്നത് ആ റോക്ക്, അതാണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പാരന്റ് റോക്ക് മെറ്റീരിയൽ, ഏത് റോക്ക് പൊടിഞ്ഞ് ഉണ്ടാവുന്നു സോയിൽ, ആ റോക്കിനെയാണ് പാരന്റ് റോക്ക് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു സോയിലിന് രണ്ട് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. സോയിലിൽ റോക്ക് മെറ്റീരിയലും ഉണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് കമ്പോണന്റും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഓർഗാനിക് കമ്പോണന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. അപ്പോൾ സോയിൽ ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. മൂന്നാമത്തേത് സർഫസ് റിലീഫ്. എന്താണ് സർഫസ് റിലീഫ് എന്ന് പറഞ്ഞാൽ? സർഫസ് റിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോയിൽ കാണുന്ന സ്ഥലം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോയിൽ കാണുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോയിൽ കാണുന്നത്. അതെന്താ ഉത്തര മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ ഇത്രയും സോയിൽ കാണുന്നത്? കാരണം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഇരിക്കുന്നത് നമ്മുടെ ഹിമാലയത്തിന്റെ താഴെ, മൗണ്ടന്റെ താഴെയാണ്. അപ്പൊ അത് മൗണ്ടന്റെ താഴെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മൗണ്ടനിൽ നിന്ന് ഒലിച്ചു വരുന്ന സോയിൽ മൊത്തം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇനി നിങ്ങൾ ആലോചിച്ച് മൗണ്ടന്റെ സ്ലോപ്പില് സോയിൽ എങ്ങനെയായിരിക്കും? മൗണ്ടൻ സ്ലോപ്പില് പക്ഷെ സോയില് കുറവ് ആയിരിക്കും. അതാണ് സർഫസ് റിലീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർഫസ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സർഫസിലാണെങ്കിൽ സോയിലിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, എന്നാൽ സ്റ്റീപ്പ് സ്ലോപ്സിലാണെങ്കിൽ സോയിലിന്റെ എമൗണ്ട് കുറവ് ആയിരിക്കും. കാരണം ഈ സ്റ്റീപ്പ് സ്ലോപ്സിലൊക്കെ ആകുമ്പോൾ സോയിൽ ഇറോഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു ഫാക്ടറാണ് ക്ലൈമറ്റ്. ചൂട് കൂടുമ്പോഴും കുറയുമ്പോഴും റോക്കുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. കുറെ നാൾ കഴിയുമ്പോൾ ഈ റോക്ക് പൊട്ടും സോയിലായി മാറും. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഒലിച്ചു പോകുമ്പോഴൊക്കെ സോയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ക്ലൈമറ്റ് സോയിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഏറ്റവും അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം, ഒരു ക്യൂബിക് മില്ലിമീറ്റർ സോയിൽ ഉണ്ടാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അറൌണ്ട് 100 years ആണ്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ സോയിൽ ഭൂമിയിൽ ഉണ്ടാവാൻ എടുക്കുന്ന സമയം 100 years ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ടൈമും വലിയൊരു ഫാക്ടറാണ്. സോയിൽ ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ, ഏത് റോക്ക് പൊടിഞ്ഞാണോ സോയിൽ ഉണ്ടാവുന്നത് അത്. രണ്ട്, സർഫസ് റിലീഫ്, ഒരു സ്ഥലത്തിന്റെ ചരിവ് ചരിഞ്ഞാണോ അല്ലെങ്കിൽ നേരെയാണോ കിടക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പർവ്വതങ്ങളുടെ സ്ലോപ്സിലാണെങ്കിൽ, മൗണ്ടൻ സ്ലോപ്പിലാണെങ്കിൽ സോയിൽ കുറവായിരിക്കും, കാരണം അവിടെ സോയിൽ ഇറോഷൻ നടക്കുന്നുണ്ട്. എന്നാൽ മൗണ്ടൻ ഫൂട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിൻ റീജിയനിലാണെങ്കിൽ സോയിൽ കൂടുതലായിരിക്കും. അതാണ് സർഫസ് റിലീഫ്. പിന്നെ ക്ലൈമറ്റ്, നമ്മൾ പറഞ്ഞു മഴ,
ടെമ്പറേച്ചർ ചേഞ്ചസ്, പ്രഷർ, ഇതൊക്കെ കൊണ്ട് റോക്സ് പൊടിഞ്ഞ് സോയിൽ ഉണ്ടാവാം. ദെൻ ടൈം, ഒരു ക്യൂബിക് മില്ലിമീറ്റർ സോയിൽ ഉണ്ടാവാൻ 100ഓളം വർഷങ്ങൾ എടുക്കും. ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോയിൽ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു സംഭവം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ പ്രൊഫൈൽ. എന്താണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്? ഒരു വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് സോയിലിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്താണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്? വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് സോയിൽ. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നില്ലേ? ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് സോയിൽ വിത്ത് ഡിഫറെന്റ് layers. Those different layers are differs in color, texture, chemical composition, etc. അതായത് ഒരു വെർട്ടിക്കൽ കോളം ഓഫ് സോയിൽ. ആ വെർട്ടിക്കൽ കോളം ഓഫ് സോയിലിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. ഈ ഓരോ ലെയറും തമ്മിൽ കളറിൽ വേരിയേഷൻ ഉണ്ടാവും, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ ഉണ്ടാവും, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ ഉണ്ടാവും. ഇങ്ങനെ ലെയർ ആയി കാണുന്ന റോക്കിന്റെ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി സോയിൽ പ്രൊഫൈലിൽ മെയിൻ ആയിട്ട് 6 ലെയേഴ്സ് ആണ് വരുന്നത്. ഓ ലെയർ, സോയിൽ പ്രൊഫൈലിലെ ലെയറിന് നമ്മൾ ഹൊറൈസോൺ എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഹൊറൈസോൺ എന്നാണ് വരിക. അപ്പൊ ഓ ഹൊറൈസോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓ ഹൊറൈസോൺ, എ ഹൊറൈസോൺ, ഇ ഹൊറൈസോൺ, ബി ഹൊറൈസോൺ, സി ഹൊറൈസോൺ, ആർ ഹൊറൈസോൺ. ഇതാണ് സോയിലിൽ വരുന്ന ഹൊറിസോൺസ്. ഓ ഹൊറിസോൺ, ഓ ഹൊറിസോൺ എന്ന് വരുന്നത് ഓർഗാനിക് ഹൊറിസോൺ എന്ന അർത്ഥത്തിലാണ്. ഓ ഹൊറിസോൺ മീൻസ് ഓർഗാനിക് ഹൊറിസോൺ, ഓർഗാനിക് ഹൊറിസോൺ. ആ അർത്ഥത്തിലാണ് ഓ ഹൊറിസോൺ എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഇനി ഓ ഹൊറിസോണിന്റെ താഴെയായിട്ട് എ ആണ് വരുന്നത്. എ ഹൊറിസോൺ. എ ഹൊറിസോൺ എന്ന് പറയുന്നത് ടോപ്പ് സോയിലാണ്. എ ഹൊറിസോൺ എന്ന് പറയുന്നത് ടോപ്പ് സോയിലാണ്. ഇനി എ കഴിഞ്ഞ് ശരിക്കും വരേണ്ടത് ബി ആണ്. ബി ഹൊറിസോൺ ആണ് നമ്മൾ പറയുന്ന സബ് സോയിൽ. സബ് സോയിൽ എന്ന് പറയുന്നത് ബി ഹൊറൈസോൺ ആണ്. പക്ഷെ ചില സോയിലുകളിൽ, എങ്ങനെയുള്ള സോയിലുകളിലാണെന്ന് ചോദിച്ചാൽ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, നല്ല ഡെപ്ത് ഉള്ള മെച്വർ സോയിലില് എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഒരു ഹൊറൈസോൺ കാണും. ആ ഹൊറൈസോണിനെയാണ് ഈ ഹൊറൈസോൺ അഥവാ എലൂവിയേറ്റഡ് ഹൊറൈസോൺ എന്ന് പറയുന്നത്. ഈ ഹൊറൈസോൺ അല്ലെങ്കിൽ എലൂവിയേറ്റഡ് ഹൊറൈസോൺ, എ ഹൊറിസോണിന്റെയും ബി ഹൊറിസോണിന്റെയും ഇടയിലായി കാണുന്ന എന്താ ഒരു ഹൊറിസോൺ ആണ് ഈ ഹൊറൈസോൺ എന്ന് പറയുന്നത്. ദെൻ സി ഹൊറൈസോൺ. സി ഹൊറിസോൺ എന്ന് പറയുന്നത് പാരൻ റോക്ക് മെറ്റീരിയലാണ്. ഏത് റോക്ക് പൊടിഞ്ഞിട്ടാണോ സോയിൽ ഉണ്ടായത് അതിനെ തന്നെയാണ് സി ഹൊറിസോൺ ആയിട്ട് പറയുക. അപ്പൊ സാധാരണ ഇതിൽ എ ബി സി ആണ് വരേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല ആഴമുള്ള മെച്വർ സോയിൽ ആണെങ്കിൽ അതിൽ എയുടെയും ബിയുടെ ഇടയ്ക്ക് ഇ കാണാം. ഇനി അടുത്തത് ആർ ഹൊറൈസോൺ. ആർ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് റോക്ക്. അപ്പൊ അറിഞ്ഞിരിക്കാം, ഓ ഹൊറൈസോൺ ഓർഗാനിക് ഹൊറൈസോൺ, എ ഹൊറിസോൺ ടോപ്പ് സോയിൽ, അതിന്റെ താഴെ സബ് സോയിൽ ആണ് വരേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു വെൽ ഡെവലപ്ഡ് സോയിൽസ് ആണെങ്കിൽ അതിൽ ഈ ഹൊറൈസോൺ കാണാൻ പറ്റും. ഈ ഹൊറിസോൺ എന്ന വേർഡിന്റെ അർത്ഥം എലൂവിയേറ്റഡ് ഹൊറിസോൺ എന്നാണ്. അത് കഴിഞ്ഞ് ബി ഹൊറൈസോൺ, അതാണ് സബ് സോയിൽ. ദെൻ സി ഹൊറിസോൺ പാരൻ റോക്ക് മെറ്റീരിയൽ. ദെൻ ആർ ഹൊറൈസോൺ ബെഡ് റോക്ക്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സും അല്ലെങ്കിൽ ഓരോ ഹൊറിസോൺസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഹൊറിസോൺ ഓ ഹൊറൈസോൺ. ഓ ഹൊറിസോൺ ഈസ് ഓൾസോ നോൺ ആസ് ഓർഗാനിക് ഹൊറൈസോൺ. കാരണം അവിടെയാണ് പുല്ലുകള്, ചെടികള് ഒക്കെ കാണുക. അപ്പൊ ഓ ഹൊറിസോൺ നമ്മൾ എന്താ മണ്ണ് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിന്റെ മുകളിൽ പുല്ലുകളും ചെടികളൊക്കെ വളർന്നു നിൽക്കും. അതിനെയാണ് ഓ ഹൊറൈസോൺ എന്ന് പറയാ, ഓർഗാനിക് ഹൊറൈസോൺ. ഇത് മെയിൻലി ഫോം ചെയ്തേക്കുന്നത് ഒന്നില്ലെങ്കിൽ അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള, ഡീകമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നിലവിലുള്ള പുല്ലുകൾ, ജീവനുള്ള പുല്ലുകളും ചെടികളൊക്കെ, അല്ലെങ്കിൽ പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ലിറ്റർ, ലീവ്സ്, നീഡില്, ട്വിഗ്സ്, മോസസ്, ഇതൊക്കെ ചേർന്നിട്ടാണ് ഓ ഹൊറൈസോൺ ഫോം ചെയ്യുന്നത്. അപ്പൊ ഓ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓർഗാനിക് ഹൊറൈസോൺ എന്നാണ് അർത്ഥം. ഓർഗാനിക് ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു മണ്ണിന്റെ ഏറ്റവും മുകളിലത്തെ ലെയറാ ചെടികളും മരങ്ങളൊക്കെ നിൽക്കുന്ന ലെയർ. അപ്പൊ അവിടെ ചെടികളും പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഈ ചെടികളും ഇലകളും ട്വിഗ്സ് ഒക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ടാവും. അതും ചേരുന്ന ലെയറാണ് ഓ ഹൊറൈസോൺ. ഓ ഹൊറൈസോണിന്റെ തൊട്ട് താഴെയാണ് എ ഹൊറൈസോൺ. എ ഹൊറൈസോണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ടോപ്പ് സോയിൽ അല്ലെങ്കിൽ സർഫസ് സോയിൽ. എ ഹൊറൈസോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫസ് സോയിൽ ഓർ ടോപ്പ് സോയിൽ. നിങ്ങൾ എന്താണെന്ന് ആലോചിക്കുക, സോയിലിന് മുകളിലുള്ള ചെടികളും കളകളൊക്കെ നിങ്ങൾ പറിച്ചു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അടിയിൽ സോയിൽ കാണാൻ പറ്റും. അതാണ് ടോപ്പ് സോയിൽ അല്ലെങ്കിൽ സർഫസ് സോയിൽ എന്ന് പറയുന്നത്. ഈ സർഫസ് സോയിലിന്റെ പ്രത്യേകത, അതിൽ ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ട്,
അതുപോലെ തന്നെ റോക്ക് മെറ്റീരിയലും ഉണ്ട്. റോക്ക് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് മിനറൽ മാറ്റർ. അപ്പോൾ എ ഹൊറൈസോൺ ഈസ് മിക്സഡ് വിത്ത് ഓർഗാനിക് മാറ്റർ ആൻഡ് മിനറൽ മാറ്റർ. ഇറ്റ് ഈസ് മിക്സഡ് വിത്ത് ഓർഗാനിക് മാറ്റർ ആൻഡ് മിനറൽ മാറ്റർ. അപ്പൊ അത് ഓർഗാനിക് മാറ്ററും മിനറൽ മാറ്ററും കൊണ്ട് മിക്സഡ് ആണ്. ഇനി ഈ എ ഹൊറൈസോൺ അല്ലെങ്കിൽ ടോപ്പ് സോയിലിന് ഒരു പ്രത്യേകതയുണ്ട്. മഴ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളത്തിൽ ലയിച്ച് അതിൽ നിന്ന് കുറെ സാധനങ്ങൾ നഷ്ടപ്പെടും. മഴ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളത്തിൽ ലയിച്ച് അതിൽ നിന്ന് കുറെ സാധനങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ ദിസ് ലെയർ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് അയൺ, ക്ലേ, അലൂമിനിയം, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് അതർ സോലുബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ്. അതായത് ഈ ലെയറിൽ നിന്ന് അയൺ, ക്ലേ, അലൂമിനിയം, ഓർഗാനിക് കോമ്പൗണ്ട് പോലുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ലയിച്ച് സോയിലിൽ നിന്ന് മെറ്റീരിയൽ നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എലൂവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരുന്നോ, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടും. എന്താണ് എലൂവിയേഷൻ? എലൂവിയേഷൻ എന്ന് പറഞ്ഞാൽ ലീച്ചിങ് അവേ ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദി സോയിൽ. സോയിലിൽ നിന്ന് മെറ്റീരിയൽസ് ലീച്ച് ചെയ്തു പോകുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് എലൂവിയേഷൻ. അപ്പോൾ എ ഹൊറൈസോണിൽ എലൂവിയേഷൻ നടക്കുന്നുണ്ട്. കാരണം എന്താ? കാരണം എ ഹൊറൈസോൺ എന്ന് പറയുന്നത് ടോപ്പ് സോയിലാ. മഴ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളത്തിൽ ലയിച്ച് അയൺ, അലൂമിനിയം, ഓർഗാനിക് കോമ്പൗണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ട് പോകും. ഇനി എ ഹൊറൈസോണിന്റെ താഴെ ഞാൻ പറഞ്ഞു കാണുന്ന ഒരു ലെയർ ആണ് ഈ ഹൊറൈസോൺ. ഈ എന്ന വേർഡിന്റെ അർത്ഥം എലൂവിയേറ്റഡ് എന്നാണ്. എലൂവിയേറ്റഡ് ലെയർ. അപ്പൊ ഈ ഹൊറൈസോൺ എലൂവിയേറ്റഡ് ലെയറാണ്. നമ്മളിപ്പോ പറഞ്ഞോളൂ എന്താണ് എലൂവിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രഷ് വാട്ടർ വീഴുമ്പോൾ അല്ലെങ്കിൽ എന്താ നമ്മുടെ റെയിൻ വാട്ടർ വീഴുമ്പോൾ റെയിൻ വാട്ടറിൽ ലയിച്ച് അയൺ, ക്ലേ, അലൂമിനിയം ഒക്കെ ഒലിച്ചു പോകുന്ന പ്രോസസ്സാണ് എലൂവിയേഷൻ. അപ്പൊ എ ലെയറിലും എലൂവിയേഷൻ നടക്കുന്നുണ്ട്, ഈ ലെയറിലും എലൂവിയേഷൻ നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലെയറിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് പറയുന്നത്? അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ഈ ലെയർ എന്ന് പറയുമ്പോൾ അവിടെ ഈ മെറ്റീരിയൽസ് ഒക്കെ എലൂവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് മെറ്റീരിയൽസ് ഒക്കെ ലീച്ച് ചെയ്ത് പോകുമ്പോൾ ചില മെറ്റീരിയൽസിന്റെ കോൺസെൻട്രേഷൻ കൂടും. റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആയ കോട്സ് പോലെയുള്ള മിനറൽസിന്റെ കോൺസെൻട്രേഷൻ കൂടും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ, കോട്സ് പോലെയുള്ള റെസിസ്റ്റന്റ് മെറ്റീരിയൽസിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഇനി സാധാരണഗതിയിൽ ഈ ഹൊറൈസോൺ ഇരിക്കുന്നത് എ ഹൊറൈസോണിനും ബി ഹൊറൈസോണിനും ഇടയിലാണ്. ഈ ഹൊറൈസോൺ ഇരിക്കുന്നത് എക്കും ബിക്കും ഇടയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഹൊറൈസോൺ എലൂവിയേറ്റഡ് ലെയർ ആണ്. എലൂവിയേഷൻ എന്ന് പറഞ്ഞാൽ ലീച്ചിങ് അവേ ഓഫ് മെറ്റീരിയൽ ആണ്. ഇവിടെ അയൺ, ക്ലേ, അലൂമിനിയം പോലുള്ള മെറ്റീരിയൽസ് ലീച്ച് ചെയ്തു. ഇതേ സംഭവം തന്നെ എ ഹൊറൈസോണിലും നടക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ എലൂവിയേറ്റഡ് ലെയർ എന്ന് വിളിക്കുന്നില്ല. കാരണം എന്താ? അവിടെ ലീച്ചിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ടോപ്പ് ലെയർ ആയ എ ഹൊറൈസോണിൽ നിന്ന് ഈ മെറ്റീരിയൽസ് എത്ര സ്പീഡിൽ ലീച്ച് ചെയ്തു പോകുന്നോ അത്രയും സ്പീഡിൽ അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ എന്താ ആലോചിച്ചൊക്കെ, ഓർഗാനിക് മെറ്റീരിയൽ അവിടെ നഷ്ടപ്പെടും. അപ്പൊ തന്നെ ചെടികൾ ഇല പൊഴിക്കുമ്പോൾ അവിടെ വീണ്ടും ഓർഗാനിക് മെറ്റീരിയൽ വരെയാണ്. അവിടെ നിന്ന് ക്ലേ ഒലിച്ചു പോകും. പക്ഷെ വേറെ സ്ഥലത്ത് നിന്ന് മഴവെള്ളം ഒലിച്ചു വരുമ്പോൾ അവിടെ വീണ്ടും ക്ലേ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എ ലെയറിൽ എലൂവിയേഷൻ നടന്നാലും ഈ മെറ്റീരിയൽ ഒക്കെ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടും. പക്ഷെ ഈ ലെയറിന്റെ പ്രത്യേകത അവിടെ കുറെ സമയം എടുക്കും ഇതൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട്. സ്വാഭാവികമായിട്ടും കുറെ മെറ്റീരിയൽസ് ഒലിച്ചു പോകുമ്പോൾ ചില മെറ്റീരിയൽസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടും. അതിനൊരു ഉദാഹരണമാണ് കോട്സ്. ഇനി ഞാൻ പറഞ്ഞു ഈ ലെയർ എന്ന് പറയുന്നത് എ ലെയറിനും ബി ഹൊറൈസോണിനും ഇടയിലാണ് ഇരിക്കുന്നത്. ഇനി എല്ലാ സോയിലും ഇത് കാണില്ല. എങ്ങനെയുള്ള സോയിൽ ഇത് കാണുന്നത്? നല്ല ആഴമുള്ള, നല്ല പ്രായമുള്ള വെൽ ഡെവലപ്ഡ് സോയിലിൽ. ഇപ്പൊ ഓൾഡർ, വെൽ ഡെവലപ്ഡ്, മെച്വർ, ഡീപ്പ് സോയിലാണ് ഇത് കാണുന്നത്. ഓൾഡർ, വെൽ ഡെവലപ്ഡ്, ഡീപ്പ്, മെച്വർ സോയിൽസിലാണ് ഈ ഹൊറൈസോൺ എന്ന് പറയുന്ന ഹൊറൈസോൺ കാണുന്നത്. അടുത്താണ് ബി ഹൊറൈസോൺ അല്ലെങ്കിൽ സബ് സോയിൽ. എന്താണ് ബി ഹൊറൈസോൺ അല്ലെങ്കിൽ സബ് സോയിൽ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഏറ്റവും മുകളിൽ ഓർഗാനിക് ലെയർ, ചെടികളും പുല്ലുകളൊക്കെ നിൽക്കുന്ന ഏരിയ. അതിന്റെ തൊട്ട് താഴെയായിട്ട് എ ലെയർ. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയായിട്ട് എ ലെയർ. ഇനി എ ലെയറിന്റെ തൊട്ട് താഴെയായിട്ട് ഈ ലെയർ, എലൂവിയേറ്റഡ് ലെയർ. അപ്പൊ എലൂവിയേറ്റഡ് ലെയറിലും എ ലെയറിൽ നിന്നും ഒലിച്ചു വരുന്ന മെറ്റീരിയൽസ് അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ലെയർ ആണ് ബി ലെയർ. അപ്പൊ ബി ലെയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ലെയറിൽ നിന്നും ഈ ലെയറിൽ നിന്നും ഒലിച്ചു വന്ന അയൺ, ക്ലേ, അലൂമിനിയം, ഓർഗാനിക് മെറ്റീരിയൽ ഒക്കെ എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും?
ബി ലെയറിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യും. അപ്പൊ അക്യൂമുലേഷൻ ഓഫ് ക്ലേ, അയൺ ആൻഡ് അലൂമിനിയം, ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലൂവിയേഷൻ. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലൂവിയേഷൻ. ഇലൂവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ സാധനം വന്ന് അക്യൂമുലേറ്റ് ചെയ്യുക, അതാണ് ഇലൂവിയേഷൻ. അപ്പൊ എലൂവിയേഷൻ എന്ന് പറഞ്ഞാൽ ലീച്ചിങ് അവേ ഓഫ് മെറ്റീരിയൽ. എലൂവിയേഷൻ, അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് പരീക്ഷാ ഹോളില്. അപ്പൊ എലൂവിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, എലിമിനേഷൻ എന്ന് ഓർത്താൽ മതി. എലൂവിയേഷൻ എന്ന് പറയുമ്പോൾ എലിമിനേഷൻ എന്ന് ഓർത്താൽ മതി. അപ്പൊ എലൂവിയേഷൻ എന്ന് പറയുമ്പോൾ എലിമിനേഷൻ എന്ന് ഓർക്കുക. അപ്പൊ എലൂവിയേഷൻ നടക്കുമ്പോൾ മെറ്റീരിയൽസ് ലീച്ച് ചെയ്ത് പോകും. ഇലൂവിയേഷൻ നടക്കുമ്പോൾ മെറ്റീരിയൽസ് അക്യൂമുലേറ്റ് ചെയ്യപ്പെടും. ഇനി ബി ഹൊറൈസോൺ എന്ന് പറയുമ്പോൾ ബി ഹൊറൈസോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബി ഹൊറൈസോൺ ഇരിക്കുന്നത് നമ്മുടെ പാരന്റ് റോക്ക് മെറ്റീരിയൽസിന്റെ തൊട്ടു മുകളിലാണ്. ഈ സീ ലെയർ എന്താ? സീ ലെയർ എന്ന് പറയുന്നത് പാരന്റ് റോക്ക് മെറ്റീരിയൽ. എന്താണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏത് റോക്ക് പൊടിഞ്ഞാണോ സോയിൽ ഉണ്ടാവുന്നത് അതിനെയാണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ എന്ന് പറയുക. അതിന്റെ മുകളിലാണ് ബി ലെയർ ഇരിക്കുക. സ്വാഭാവികമായിട്ടും ബി ലെയർ സീ ലെയറിന്റെ അല്ലെങ്കിൽ പാരന്റ് റോക്ക് മെറ്റീരിയലിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ മിക്കവാറും പാരന്റ് റോക്ക് മെറ്റീരിയലിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ലെയർ ബി ലെയർ ആയിരിക്കും. ബി ലെയറിൽ നടക്കുന്ന പ്രോസസ് എന്താ? ഇലൂവിയേഷൻ. അടുത്ത ലെയർ ആണ് സി ലെയർ. സി ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പാരന്റ് റോക്ക് മെറ്റീരിയൽ ആണ്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് റോക്സ്. വലിയ വലിയ റോക്കുകൾ ഇരിക്കുന്ന ലെയർ ആണ് സീ ഹൊറൈസോൺ അല്ലെങ്കിൽ പാരന്റ് റോക്ക് മെറ്റീരിയൽ. ഈ റോക്ക് പൊടിഞ്ഞിട്ടാണ് സോയിൽ ഉണ്ടാവുന്നത്. ലാസ്റ്റ് ലെയർ ആണ് ആർ ലെയർ ഓർ ബെഡ് റോക്ക്. അതായത് ഒരു സോയിൽ പ്രൊഫൈലിലെ ഏറ്റവും അവസാനത്തെ ലെയർ ആണ് ആർ ഹൊറൈസോൺ എന്ന് പറയുന്നത്. ഈ ആർ ഹൊറൈസോണിനെ വിളിക്കുന്നുണ്ട് ബെഡ് റോക്ക് എന്നാ. അതായത് ഇറ്റ് ഈസ് എ ലാർജ് കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്ക്. ഒരു ലാർജ് കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്ക് ആണ് ആർ ഹൊറൈസോൺ എന്ന് പറയുന്നത്. ഈ ലാർജ് കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്ക് പൊടിഞ്ഞിട്ടാണ് പാരന്റ് റോക്ക് ഉണ്ടാവുന്നത്. ഈ പാരന്റ് റോക്ക് പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടാവുക? സോയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ സബ് സോയിൽ ഉണ്ടാവുക. സബ് സോയിലിൽ നിന്നാണ് സോയിൽ ഉണ്ടാവുക. അതിന്റെ മുകളിലാണ് ചെടികളൊക്കെ വളരുക. അപ്പോൾ ആർ ഹൊറൈസോൺ അല്ലെങ്കിൽ ബെഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്ക് ആണ്. ഇതിൽ നിന്നാണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽ പ്രൊഫൈലിലെ ലെയർ ഓ ലെയർ, എ ലെയർ, ഇ ലെയർ, ബി ലെയർ, സി ലെയർ, ആർ ലെയർ. അപ്പൊ അത് മറക്കരുത്. ഇനി നമുക്ക് സോയിലിനെ അതിന്റെ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. സോയിലിന് സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് സോയിൽ പാർട്ടിക്കിൾസിനെയാണ് സാൻഡ് എന്ന് പറയുക. മണൽ എന്ന് പറയില്ലേ, നമ്മൾ വീട് പണിക്കൊക്കെ കൊണ്ടുവന്നിരുന്ന സാധനം മണൽ, അത് ലാർജ് സോയിൽ പാർട്ടിക്കിൾ ആണ്. ഇനി സാൻഡിനേക്കാളും സൈസ് കുറഞ്ഞ സാധനമാണ് സിൽറ്റ്. ഇനി സിൽറ്റിനേക്കാളും ഫൈനസ്റ്റ് സോയിലാണ് ക്ലേ. നമ്മൾ പാടത്തൊക്കെ ഇറങ്ങുമ്പോൾ ചെളിയിലോട്ട് ഇറങ്ങും, ആ ചെളിയാണ് ക്ലേ എന്ന് പറയുന്നത്. അതായത് ഫൈനസ്റ്റ് സോയിൽ, ഏറ്റവും സൈസ് കുറഞ്ഞ സോയിലാണ്, ഫൈനസ്റ്റ് സോയിലാണ് ക്ലേ. അതിനേക്കാളും തൊട്ട് പൊടിക്ക് സൈസ് കൂടുതലുള്ള സോയിലാണ് സിൽറ്റ്. ഇനി അത്യാവശ്യം സൈസ് ഉള്ള സോയിലാണ് സാൻഡ്. നിങ്ങളൊന്നും ആലോചിക്കും, സാൻഡിൽ മുട്ടുകുത്തിക്കാൻ പറഞ്ഞ കാല് വേനെടുക്കും. കാരണം എന്താ? സാൻഡ് റഫാണ്, സാൻഡ് പാർട്ടിക്കിൾസിന് സൈസ് കൂടുതലാണ്. എന്നാൽ ക്ലേയിൽ മുട്ടുകുത്തിക്കാൻ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കാരണം ക്ലേ എന്ന് പറയുന്നത് ഫൈനസ്റ്റ് സെഡിമല്ല, വേദന എടുക്കില്ല. ഇനി അടുത്താണ് ലോം അല്ലെങ്കിൽ ലോമി സോയിൽ. എന്താണ് ലോമി സോയിൽ എന്ന് പറയാ? അതായത് സാൻഡും സിൽറ്റും ക്ലേയും ഇത് മൂന്നും ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന സോയിലാണ് ലോമി സോയിൽ അല്ലെങ്കിൽ ലോം സോയിൽ എന്ന് പറയുന്നത്. സാൻഡ്, സിൽറ്റ്, ക്ലേ ഒരുപോലെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന സോയിലാണ് ലോമി സോയിൽ അഥവാ ലോം സോയിൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് റോക്സിനെ ക്ലാസിഫൈ ചെയ്യാം. റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, വലിയ പാറക്കല്ലുകളാണ് ബൗൾഡേഴ്സ്. ഇനി ബൗൾഡേഴ്സിനേക്കാളും സൈസ് കുറഞ്ഞ കല്ലുകളാണ് പെബിൾസ്, നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്നത്. ഇനി പെബിൾസിനേക്കാളും ചെറിയ ഇതാണ് ചരലുകൾ, അതിനെയാണ് ഗ്രാവൽ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ റോക്സിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബൗൾഡേഴ്സ് ആയിരിക്കും, വലിയ പാറക്കഷ്ണങ്ങൾ. അതിന്റെ ചെറിയ ഫോമാണ് പെബിൾസ്. പെബിൾസിനേക്കാളും ചെറിയ കല്ലുകളാണ് ഗ്രാവൽസ്. ഗ്രാവൽസിലും ചെറുതാണ് സാൻഡ്, സാൻഡിലും ചെറുതാണ് സിൽറ്റ്, സിൽറ്റിലും ചെറുതാണ് ക്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സോയിൽ എന്ന ടോപ്പിക് കഴിഞ്ഞു. സോയിലില്
ഇനി പലതരത്തിലുള്ള സോയിൽ പഠിക്കാനുണ്ട്. അലൂവിയൽ സോയില്, ലാട്രൈറ്റ് സോയില്, റെഡ് സോയില്, അതൊക്കെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിലായിരിക്കും പഠിക്കുക. 8 ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ഉണ്ട്. അലൂവിയൽ സോയില്, ലാട്രൈറ്റ് സോയില്, റെഡ് സോയിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ എവിടെയായിരിക്കും പഠിക്കുക? ഇന്ത്യൻ ജോഗ്രഫിയിലായിരിക്കും പഠിക്കുക. ഇതിൽ ജസ്റ്റ് സോയിൽ പ്രൊഫൈൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഈ ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. O horizon have mostly resembles parent rock material. ആണോ? പാരന്റ് റോക്ക് മെറ്റീരിയൽ സ്വഭാവം കാണിക്കുന്ന O horizon ആണോ? അല്ല. അതാരാ? അത് B horizon ആണ്. B horizon അല്ലെങ്കിൽ സബ് സോയിൽ ആണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ തൊട്ട് മുകളിൽ കിടക്കുന്നത്. അവരാണ് പാരന്റ് റോക്ക് മെറ്റീരിയൽ സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ തെറ്റാ. എലൂവിയേഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ B ലെയർ. അല്ല, എലൂവിയേഷൻ അല്ല B ലെയറിൽ നടക്കുന്നത്. B ലെയറിൽ എന്താ നടക്കുന്നത്? ഇലൂവിയേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി എലൂവിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലീച്ചിങ് അവേ ഓഫ് മെറ്റീരിയൽ ഫ്രം സോയിൽ. അത് ശരിയാണ്. എലൂവിയേഷൻ എന്ന് പറഞ്ഞാൽ ലീച്ചിങ് ഓഫ് മെറ്റീരിയൽ ആണ്, അല്ലെ? അപ്പൊ ചൂസ് ദി ഇൻകറക്റ്റ് ആൻസർ എന്നാണ് നമ്മളോട് ചെയ്യുന്നത്. ഇൻകറക്റ്റ് ആണ്. 1ഉം 2ഉം ആണ് ഇൻകറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. കുറെ പേര് ഇപ്പൊ ബി കുത്തിയിട്ടുണ്ടാവും. ബി തെറ്റാണ്. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആ ചോദിച്ചത്. ഇൻകറക്റ്റ് 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ എല്ലാവരും. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് സോയിൽ ഫോർമേഷൻ? പാരന്റ് റോക്ക്, ടൈം, സ്ലോപ്പ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. മൂന്നും വായിച്ചല്ലോ. ഇനി ഞാൻ ഓപ്ഷൻസ് കാണിച്ചു തരാം. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ആൻസർ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. ഓക്കെ, ഇതിൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് സോയിൽ ഫോർമേഷൻ ഇൻഫ്ലുവൻസ്? പാരന്റ് റോക്ക് വരും, ടൈം വരും, സ്ലോപ്പ് വരും. ഞാൻ പറഞ്ഞു സ്ലോപ്പിൽ സോയിൽ കുറവായിരിക്കും, പ്ലെയിൻസിൽ സോയിൽ കൂടുതലായിരിക്കും. അതിനാണ് സർഫസ് റിലീഫ് എന്ന് പറഞ്ഞ് പഠിച്ചത്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, അതും വരും. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ഓൾ ഓഫ് ദി എബവ് ഈസ് ദി ആൻസർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സോയിൽ എന്ന ടോപ്പിക് കഴിഞ്ഞു. പിന്നെ നമ്മൾ 2 ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റോക്കും സോയിലും. അപ്പൊ കൃത്യമായി പഠിച്ചോളുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ജിയോമോർഫോളജിയുടെ കോർ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.